ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു മേഖലയാണ് ഈ പൈസ വാങ്ങിക്കുക എന്ന് പറയുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചൊരു കാര്യം, ബുദ്ധിമുട്ട് വന്നാലും ഒരു മനുഷ്യന്റെയും കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിക്കത്തില്ല എന്നൊരു തീരുമാനം. ശരിക്കും അവിടെ നിന്നാണ് ഞങ്ങളുടെ അനുഗ്രഹം തുടങ്ങുന്നത്. ഈ വാങ്ങിക്കത്തില്ല എന്നുള്ള തീരുമാനം സ്റ്റാർട്ട് ചെയ്ത പിന്നാണ് അത് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പം ശരിക്കും ഭയങ്കര മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഈ ബ്രെയിൻ വാഷ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും അച്ഛൻ എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ പുള്ളിയെ സ്നേഹിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. പിന്നെ കല്യാണം നടക്കുന്നില്ലല്ലോ, അപ്പൊ അതാണ് എല്ലാരും ചോദിക്കുന്നത്, നിന്നെ കിട്ടുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അപ്പൊ പറ്റിയില്ലല്ലേ ഇത് പറ്റിയില്ല, അതല്ലേ ചോദിക്കുക. അപ്പൊ നമ്മൾ ശരിയാണല്ലോ, ഇത്രയും വർഷമായി ഇപ്പൊ കല്യാണം നടക്കുന്നില്ല, 26 കഴിഞ്ഞു, 27 കഴിഞ്ഞു, ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കല്യാണം ആരെങ്കിലും നടത്തി തരാമെന്ന് ചോദിക്കുമ്പോൾ ആർക്കും നടത്തി തരാൻ കഴിയത്തില്ല. കാരണം അവർക്കറിയാൻ നടത്തിയാൽ ചെലവാ. ഈ കല്യാണം മുഴുവൻ അവർ നടത്തണ്ടേ. വീട്ടുകാരെടുക്കുന്നില്ല, നാട്ടുകാരെടുക്കുന്നില്ല, ഈ ബ്രെയിൻ വാഷ് ചെയ്യാൻ കൊണ്ടുവന്നവരെടുക്കുന്നില്ല. സകലമാന മനുഷ്യരും മുന്നോട്ട് അഭിപ്രായങ്ങളും ഈ അഡ്വൈസും മാത്രം. കല്യാണം നടത്തി തരാൻ ആർക്കും മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ഏതാണ്ട് 33 പേരോടെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാൻ എൻ്റെ കല്യാണം നടത്തി തരാമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കല്യാണം നടത്തി തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിനെ മുട്ടിയിരിക്കുവാണോ എന്ന് കേട്ടാൽ. അതേ സമയത്ത് പ്രായപൂർത്തിയല്ലാത്തൊരു കല്യാണം വേണ്ടാന്ന് പറഞ്ഞൊരു കൊച്ചിനെ നിർബന്ധിച്ച് കെട്ടുകയും ചെയ്യും. കല്യാണം വേണമെന്ന് പറഞ്ഞൊരു ചെന്നൊരു കല്യാണം വേണമെന്ന് പറയുന്നത് ആരാന്നറിയാമോ? കല്യാണം വേണമെന്ന് പറയുന്നത് ഫാമിലി ആഗ്രഹിക്കുന്നവരാ. സ്വന്തമായിട്ടൊരു ഫാമിലി വേണം, ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള സന്തോഷം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി മാത്രമേ പറയൂ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പെമ്പിള്ളാരുണ്ട്, 30, 33, 35, 38 വയസ്സുള്ളവർ ഓരോരുത്തടുത്ത് ചോദിക്കും, അച്ഛാ എൻ്റെ ഒരു കല്യാണം നടത്തി തരാമോ, എനിക്ക് ആരും കല്യാണം നടത്തി തരാൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥയായിട്ടാ. അപ്പൊ നമ്മൾ പുറകെ നടക്കും, 19 വയസ്സ് കഴിഞ്ഞ ഒരു കൊച്ചിന്റെ പുറകെ നടക്കും, എങ്ങനെയാലും കെട്ടിക്കുന്നുണ്ട്. അത് കെട്ടണ്ട. അതിന് ഫാമിലി രണ്ടും സമ്മതിച്ചില്ലല്ലോ, അത് നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ബുദ്ധിമുട്ടാണ്. ഫാമിലിക്ക് പെർഫെക്റ്റ്ലി ഫൈൻ. എന്റെ ഫാമിലി പപ്പായ്ക്ക് പപ്പയ്ക്ക് സമ്മതമല്ലായിരുന്നു, അത് പിന്നീട് നമ്മൾ അറിഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും സൂസന്റെ ചർച്ചിന്റെ ഒരു ബിലീഫ് സിസ്റ്റത്തിലല്ല, ഞാൻ ഇവിടുത്തെ വീട്ടിലെ ചർച്ചിന്റെ ബിലീഫ് സിസ്റ്റത്തിലും അല്ല. ഞങ്ങൾ രണ്ടുപേരും വേറെ രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. രണ്ടിലും അല്ല അല്ലെങ്കിൽ രണ്ടുപേരും കർത്താവിനെ വിളിക്കുന്നേ. ഈ ഇവരെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്നെങ്കിൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ ഏതെങ്കിലും ചർച്ചിൽ നിന്നിട്ട് കല്യാണം നടത്താന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, അതായിരുന്നു മെയിൻ പ്രശ്നം. അപ്പൊ അങ്ങനെ നടത്തി തന്നില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ സഹകരിക്കത്തില്ലെന്ന് പറഞ്ഞു. അവര് സഹകരിക്കത്തില്ലെങ്കിൽ എന്റെ ഫാമിലിയില് ഒരാൾ മുന്നോട്ട് വന്നാൽ നല്ല അടിപൊളിയായിട്ട് കല്യാണം നടക്കും. ഇനി ഒരാളോട് വന്നു കഴിഞ്ഞാൽ കഴുത്തും കൈയും നിറയെ സ്വർണം വരും, പക്ഷെ വരത്തില്ല. കാരണം അവരാഗ്രഹിക്കുന്ന രീതിയിൽ നടത്തണം. എനിക്ക് ആലോചനകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളതല്ല, പക്ഷെ 50-55 വയസ്സുള്ള ആളുകളെ എനിക്ക് ആലോചിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണമുള്ള എനിക്ക് സൗന്ദര്യമുള്ള ആളുകളെ കിട്ടില്ല എന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒടുവിലായി കഴിഞ്ഞപ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇനി കാണാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു പക്ഷെ ഇങ്ങനെ അങ്ങ് ഒതുങ്ങി പോവുമായിരിക്കും എന്ന് ചിന്തിച്ചവരുണ്ട്. 50-55 വയസ്സുള്ള വന്ന് പറയുന്നതൊക്കെ കേൾക്കണം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉണ്ട്, ടാബ്ലറ്റ് രാവിലെ എടുത്തു കൊടുക്കണം, കോളേജ് പ്രൊഫസറാണ്, കോട്ടയത്ത് ഏതോ ഒരു കോളേജ് പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല കാശാണ്. അതുകൊണ്ട് ഞാൻ എന്ത് വേണം? കാശുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല, 55 വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷെ അത് പറയുന്ന രീതിയാണ്. മനസ്സിലായോ? അതായത് ഇതൊക്കെയാണ് നിനക്കുള്ളത്, സോ നീ ഇത് വെച്ച് ചെയ്യാന്നുള്ള. US പോയി കഴിഞ്ഞാൽ അതിപ്പോൾ നല്ല പ്രായമുള്ള ആളും നല്ല ആരോഗ്യമുള്ള ആണുങ്ങളെ കല്യാണം കഴിക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ പറയുന്നു എന്നുള്ള, അതായത് ഭരിക്കാനിരിക്കുന്ന ഒരാളാണ്, പക്ഷെ കാശുണ്ട്, പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയാലും നിന്റെ കാര്യത്തിൽ സെറ്റാണ്. മനസ്സിലായോ? അതൊക്കെയാണ് ആളുകളുടെ ഒരു റിലേറ്റീവ്സ് തന്നെയാണ് ഈ ചെയ്യുന്നത്, സ്വന്തക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് അതൊക്കെയാണ് സന്തോഷം. ഈ കോവിഡ് സമയത്ത് നിങ്ങളുടെ കല്യാണം കഴിക്കുന്നത് ഹിറ്റായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. കാരണം അത്രയും ചെലവ് കുറച്ച് കഴിക്കാന്ന് പറയുന്നത്. അത് പക്ഷെ ആ കോവിഡിന്റെ സിറ്റുവേഷനെ അനുസരിച്ച് അത് പ്ലാൻ ചെയ്തതാണോ? ചില സമയത്ത് ഞങ്ങൾ വിചാരിക്കും കോവിഡ് വന്നതുപോലെ ഞങ്ങളുടെ കല്യാണം നടത്തി. ഞങ്ങൾ ഒത്തിരി പേരോട് കല്യാണം നടത്തി തരാമോ എന്ന് ചോദിച്ചു. ഒരു കോവിഡ് വരേണ്ടി വന്നു, അത് അങ്ങനെ നടക്കാൻ. അതാകുമ്പോ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ആളുകൾ പിരിവെടുത്തിട്ടേ കല്യാണം നടത്തി. കുറെ ആളുകൾ പിരിവെടുത്തിട്ട്, അതായത് 1-2 പേരെ എൻ്റെ ഹെഡായിട്ട് നിന്നുകൊണ്ട് പല ആളുകളുടെ അടുത്ത് നിന്ന് പിരിവെടുത്തിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പം 20,000 രൂപയ്ക്കകത്ത് കല്യാണം തീർന്ന് മൊത്തം 1 ലക്ഷം രൂപ പിരിച്ചെടുത്ത് ബാക്കി 60 രൂപ മറ്റോ ഞങ്ങളുടെ കയ്യിലുണ്ട്.
അപ്പം അവിടെ ഈ സ്റ്റാറ്റസിന്റെ പ്രശ്നമുണ്ട്. ഈ ആളുകൾ പിരിവെടുത്ത് കല്യാണം നടത്തിയ ആളുകൾക്ക് പിന്നെ ജീവിതത്തിൽ വാട്സപ്പിൽ ഒരു എന്റർടൈൻമെന്റ് സ്റ്റാറ്റസ് ഇടാൻ പറ്റത്തില്ല. കാര്യം ഈ പിരിവെടുത്ത് അത്രയും ആളുകൾ വിചാരിക്കും ഞങ്ങളുടെ കാശിട്ടിട്ടല്ലേ അവരീ പൊളിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു നിയർലി ഒരു 1 year ഞങ്ങൾ എന്റർടൈൻമെന്റ് ഒന്നും സ്റ്റാറ്റസ് ആയിട്ടോ വീഡിയോയിലോ കാണിക്കാറേ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് പിന്നെ നോർമലൈസ് ആയത് കാര്യങ്ങൾ. പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന് പിരിവിട്ട ഒരു നല്ല ശതമാനം ആളുകളും അവരുടെ പേര് പോലും ഞങ്ങൾ റിവീൽ ചെയ്തില്ല. ആരായിട്ടാന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുടെ പേരെടുത്ത് പറയാനോ അവർക്കൊരു താങ്ക് യു പറയാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ എവിടുന്ന് വന്നു, സോഴ്സ് എവിടുന്ന് വന്നു എന്ന് നമുക്കറിയാം. ആ സോഴ്സിനോട് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ആ പൈസ, ആ കിട്ടിയ പൈസ ടു ബി ഓണസ്റ്റ് ഒരു അനാവശ്യ ചെലവിനും പോയില്ല. കൃത്യം 20,000 രൂപ ഇതിന് പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ് ആയി. ഒരു മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കിഡ്നി സ്റ്റോൺ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഡിറ്റക്ട് ചെയ്തു. ആ ഫുൾ പൈസ, ബാക്കി വന്ന ഫുൾ പൈസ ആശുപത്രി ചെലവായിട്ട് കൊടുത്ത് നമ്മൾ ഒരു 10 രൂപയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. 10 രൂപ എന്ന് പറയുമ്പോൾ 10,000 അല്ല, 10 രൂപയും കൊണ്ടാണ് ഇറങ്ങുന്നത്. ഫുൾ തൂത്തുവാരി ഹോസ്പിറ്റലിൽ കൊടുത്തു. 3 ദിവസം കിടന്നതേ ഉള്ളൂ. അവരൊരു സ്റ്റെൻത്ത് ഒക്കെ ഇട്ടാ വിട്ടത്. ആ സമയത്ത് സർജറി ചെയ്യാൻ നമുക്കൊരു നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റെൻത്ത് ഇട്ട് വിട്ടിട്ട് വിടുമായിരുന്നു. യൂറിട്രയിൽ സ്റ്റെൻത്ത് ഇട്ട് മാത്രം വിട്ടു. അപ്പൊ അതിന് മാത്രമുള്ള പേയ്മെന്റ് കൊടുത്ത് നമ്മൾ ഇറങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും ചാനലിലോട്ടൊക്കെ ഇറങ്ങുന്നത്. പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ബില്ല് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയേക്കാളും കൂടുതലാണ് ബില്ല് വന്നേക്കുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല. ഇപ്പം ഷിയച്ചാൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അച്ഛനുണ്ട്, പുള്ളിയെ കല്യാണമൊക്കെ നടത്താനൊക്കെ മുൻകൊണ്ട് തന്നത്. പുള്ളി ഏതാണ്ട് 20,000 റുപ്പീസോ മറ്റോ എനിക്ക് കൊണ്ടു തന്ന്. എന്നാലും ബില്ല് എമൗണ്ട് പിന്നെയും കൂടുതലാണ് നിൽക്കുന്നത്. ഞാൻ നേരെ ഈ ഹോസ്പിറ്റലിലെ ഡയറക്ടർ അച്ഛൻ്റെ റൂമിൽ ചെന്നത് കുറച്ച് തരാമെന്ന് ചോദിച്ച്. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഇങ്ങനെ ഇത്രയും നാണം കെട്ട് നിന്നിരിക്കുന്ന ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് ചെറിയൊരു ഇത് കുറച്ച് തരാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ വാതിക്കൽ ഇങ്ങനെ തലയെ കുറിച്ചുള്ളൊരു നിപ്പുണ്ട്. അടിപൊളിയാണ് ആ സീൻ. 1,500 രൂപ കുറച്ച് 1,500 2,000 അത്രയും കുറച്ച്. 2,000 തികച്ചില്ല. അതായത് 44 സംതിങ് ആയിരുന്നു. അത് 42 മറ്റോ ആക്കി തന്നു. അങ്ങനെയാണ് എമൗണ്ട് ആയത്. നമ്മൾ ആ സമയത്ത് ഫേമസ് ആയിരുന്നു, അത്യാവശ്യം ഫേമസ് ആയിരുന്നു. അന്ന് ജസ്റ്റ് എനിക്ക് കണ്ടൊരു 60,000, നിനക്കൊരു 30,000 ആ റേഞ്ചൊക്കെ ഫോളോവേഴ്സേ ഉള്ളൂ. കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്നൊരു സമയം. ഞങ്ങളോട് ഇതാണെങ്കിൽ സാധാരണക്കാരൻ ഒരു ആശുപത്രി കയറി വരുമ്പം എന്തായിരിക്കും അവരോട് പറയാൻ. ഇപ്പോഴതല്ല കഥ, ഇപ്പൊ വേറെ കഥയായി. ഇപ്പൊ കഥ വേറെയാ. പക്ഷെ ഇപ്പൊ അതുണ്ടായിട്ട് സീൻ മാറി. പക്ഷെ അന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ അന്നേരം ഈ കഥ എന്നോട് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത്, ഒരു അത്യാവശ്യക്കാരൻ വരുവാണ് ആശുപത്രിയിൽ, അവനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കുമ്പം 2,000 രൂപയോ കുറച്ച് കൊടുക്കത്തുള്ളോ? ഹോസ്പിറ്റലുകാർ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്സ്പെൻസും അതിലും ഒക്കെ വലുതാണ്. അവരെങ്കിലും ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റത്തില്ല. അത് ശരിയാണ്.